നമസ്കാരം. നമ്മുടെ ഫോണുകളിൽ എത്ര നമ്പറുകളാണല്ലേ സേവ് ചെയ്തിരിക്കുന്നത്? ആവശ്യമുള്ളതും ഇല്ലാത്തതും കഴിഞ്ഞു പോയതും ഇപ്പം നിലവിലില്ലാത്തതും അങ്ങനെ ഒരുപാട്. പക്ഷെ നമുക്ക് അത്യാവശ്യം, നമുക്കെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അത്യാവശ്യമായി സേവ് ചെയ്ത് വെച്ചേക്കേണ്ട ചില നമ്പറുകൾ ഞാൻ പറയട്ടെ. സേവ് ചെയ്യുമോ? 110 100. അത് നമുക്കറിയാം. പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലീസ് എന്ന് പറഞ്ഞിട്ടൊന്ന് സേവ് ചെയ്ത് വെച്ചാൽ 100 112 നിങ്ങൾക്ക് നാഷണൽ എമർജൻസി നമ്പറാണ്. ഓടി വരാൻ ആളായി. അടുത്തത് ഗാർഹിക പീഡനം. ഗാർഹിക പീഡനം സംഭവിക്കുമ്പോൾ പെട്ടെന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് 118 മിത്ര. മറ്റൊരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1091. ആ നമ്പറിൽ വിളിച്ചാണ് നമ്മൾ സ്ത്രീകൾക്ക് പെട്ടെന്നൊരു അത്യാവശ്യം ഉണ്ടായാൽ, അത് പലതുമാകാം. ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോക്ക്, പീഡനം മുതലായവ. ഇപ്പോൾ എനിക്ക് പീഡനം സംഭവിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഫോൺ ചെയ്യുമെന്നുള്ള ചോദ്യം വരാൻ നിൽക്കട്ടെ. നമ്മൾ അങ്ങനെ ഒരു അവസ്ഥ കണ്ടാൽ അവർക്ക് വേണ്ടി നമുക്ക് ഇവർക്ക് ഫോണിൽ വിളിക്കാമല്ലോ. കുട്ടികളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നതെന്ന് നമുക്കറിയാം. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. നടന്നു പോകുമ്പോൾ ബസ്സിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് സ്ഥലത്തും നമ്മൾ സ്ത്രീകൾ പൊതുവെ നേരിടുന്ന ഒരു കാര്യമാണ് പൂവാലശല്യം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറാണ് 1090. ഇതിൽ 1091 എന്ന നമ്പറിലാണ് ബസ്സിൽ വെച്ചോ ഒക്കെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ കോൺടാക്ട് ചെയ്യേണ്ട ഹെൽപ്പ് ലൈൻ നമ്പർ. നമ്മൾ അതിന്റെ വീഡിയോ ഒക്കെ എടുത്തു വെച്ച് പ്രചരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ തന്നെ പ്രതിയാവുന്ന അവസ്ഥകളും ഉണ്ടാവാം. അതുകൊണ്ട് നിയമാനുസൃതമായി തന്നെ കാര്യങ്ങൾ നേരിടുക. ഈ നമ്പറുകൾ സേവ് ചെയ്യേണ്ടത് അത്യാവശ്യമല്ലേ? ഇപ്പോൾ തന്നെ സേവ് ചെയ്യുക. നിങ്ങളും സേവ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുക്കുക.